നടന്ന LDC ഫേസ് 4 നാലാം ഘട്ട പരീക്ഷയായ പാലക്കാട് ആലപ്പുഴ ജില്ലയിലെ ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ് നോക്കുന്നത്. അതിൽ ആദ്യത്തെ ചോദ്യം ഹി കെയിം എയർലി, ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് വന്നിരിക്കുന്നത്. ഹി കെയിം എയർലി ആപ്റ്റായിട്ടുള്ള ടാഗ് ഉപയോഗിക്കാനാണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം ഒരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. അതിനകത്ത് നമ്മൾ നോക്കിയപ്പോഴേക്കും ഹി എന്ന് പറയുന്ന സബ്ജക്റ്റ് ഉണ്ട്, കെയിം എന്ന് പറയുന്ന വെർബാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സബ്ജക്റ്റും ഓക്സിലറി വെർബും വെച്ചിട്ട് ടാഗ് ചെയ്യാം. തന്നിരിക്കുന്ന ഒരു പോസിറ്റീവ് സെൻറ്റൻസ്. ഇനി തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ഓക്സിലറി വെർബ് ഇല്ലാത്തത് കൊണ്ട് മെയിൻ വെർബിനനുസരിച്ച് ഓക്സിലറി കണ്ടെത്താം. മെയിൻ വെർബ് V1 ആണെങ്കിൽ ഡു ഓക്സിലറി ആയും, മെയിൻ വെർബ് V2 ആണെങ്കിൽ ഡിഡ് ഓക്സിലറി ആയും, മെയിൻ വെർബ് എസ്സിൽ അവസാനിക്കുന്നതാണെങ്കിൽ ഡസ് ഓക്സിലറി ആയും എടുക്കാം. ഇവിടെ നമുക്ക് കം എന്ന മെയിൻ വെർബിൻ്റെ V2 രൂപമായ കെയിമാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഓക്സിലറി ഡിഡാണ്. അപ്പോൾ സെൻറ്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് ഓക്സിലറി വെർബിനോടൊപ്പം നോട്ട് ചേർത്ത് സബ്ജക്റ്റ് എടുത്ത് എഴുതുക. അപ്പോൾ ഓക്സിലറിയോടൊപ്പം നോട്ട് ചേർക്കുമ്പോൾ എന്ത് കിട്ടും? ഡിഡിനോടൊപ്പം നോട്ട് ചേർക്കുമ്പം ഡിഡിൻ്റെ സബ്ജക്റ്റ് ഹി, ഡിഡിൻ്റെ ഹി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം ഇഫ് ഐ പ്രിപ്പയർഡ് വെൽ ഐ ഡാഷ് ദ പ്രൊജക്റ്റ്. ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് തന്നിരിക്കുന്നത്. നമുക്ക് ഇഫ് ക്ലോസിന് 3 റൂളാണുള്ളത്. ഇഫ് പ്ലസ് V1 ഓർ എസ്സിൽ അവസാനിക്കുന്ന വെർബുകൾ വന്നിട്ടുണ്ടെങ്കിൽ മറുഭാഗത്ത് വില്ല്, ഷാള്, ക്യാൻ, മേ പ്ലസ് V1. രണ്ടാമത്തെ റൂള് ഇഫ് പ്ലസ് V2 ആണെങ്കിൽ മറുഭാഗത്ത് വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1. മൂന്നാമത്തെ റൂള് ഇഫ് പ്ലസ് ഹാഡ് പ്ലസ് V3 ആണെങ്കിൽ നമുക്ക് മറുഭാഗത്ത് വുഡ് ഹാവ്, ഷുഡ് ഹാവ്, കുഡ് ഹാവ്, മൈറ്റ് ഹാവ് പ്ലസ് V3. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് പ്രിപ്പയർഡ് ആണ് കിടക്കുന്നത്. പ്രിപ്പയർഡ് എന്ന് പറയുന്നത് V2 ആണ്. അതുകൊണ്ട് രണ്ടാമത്തെ റൂള വെച്ച് ഉത്തരം എഴുതുക. അപ്പോൾ രണ്ടാമത്തെ റൂളിൻ്റെ ഉത്തരം എന്താണ്? ഇപ്പോൾ നമുക്ക് വില്ല് വരുന്ന ഓപ്ഷൻസ് ആണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ റൂള് വുഡ് പ്ലസ് V1 ഉത്തരമായിട്ട് വരണം. അപ്പം പ്രിപ്പയർഡ് ആണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് വുഡ് കംപ്ലീറ്റ് ഉത്തരമായിട്ട് വരും. വുഡ് കംപ്ലീറ്റ്. അപ്പോൾ വുഡ് പ്ലസ് V1 ഉത്തരമായിട്ട് വരും. വുഡ് കംപ്ലീറ്റ് ഉത്തരമായിട്ട് വരും. ഡി ഓപ്ഷനാണ് ഉത്തരം. ഇനി മൂന്നാമത്തെ ചോദ്യം വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഡാഷ് വിത്ത് മീ യെസ്റ്റർഡേ. നമുക്കറിയാം വൺ ഓഫ്, എയ്തർ ഓഫ്, നെയ്തർ ഓഫ്. വൺ ഓഫ്, എയ്തർ ഓഫ്, നെയ്തർ ഓഫ്, ഈച്ച് ഓഫ്, എവരി വൺ ഓഫ്. 5 വാക്കുകൾ. ഈ വാക്കുകൾ കഴിഞ്ഞ് സബ്ജക്റ്റ് പ്ലൂറലും എന്നാൽ വെർബുകൾ സിംഗുലാറും വരണം. അപ്പോൾ നമുക്കറിയാം വൺ ഓഫ് കഴിഞ്ഞിട്ട് ഫ്രണ്ട്സ് എന്ന് പറയുന്ന പ്ലൂറലാണ്. വെർബ് ഉത്തരം എന്ത് വരണം? സിംഗുലാർ വരണം. വാസ് സിംഗുലാറാണ്, വേറെ പ്ലൂറൽ, ഈസ് സിംഗുലാർ, ഹാവ് പ്ലൂറൽ. ഇനി നമുക്ക് ഉത്തരമായിട്ട് വരാൻ സാധ്യതയുള്ളത് വാസും വരാം, ഈസും വരാം. ഇനി നോക്ക്, യെസ്റ്റർഡേ എന്ന് പറയുന്ന വാക്ക് കഴിഞ്ഞുപോയ കാര്യങ്ങളെ സൂചിപ്പിക്കുന്നു, അതായത് പാസ്റ്റ് ടെൻസിനെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഉത്തരം വാസ് ഉത്തരമായിട്ട് വരുന്നു. നാലാമത്തെ ചോദ്യം ഐ ആം ഷുവർ ദാറ്റ് സംബഡി വാസ് സ്പൈയിങ് ഡാഷ് അസ്. നമുക്ക് സ്പൈയിങ് എന്ന് പറയുന്ന വാക്കിനോടൊപ്പം ഓണും ചേരും, അപ്പോണും ചേരും. ഓണും ചേരും, അപ്പോണും ചേരും. അപ്പോൾ നമുക്കിവിടെ ഓണ് മാത്രമേ ഓപ്ഷനിലുള്ളൂ. സ്പൈയിങ് പ്ലസ് ഓണ് ഓർ അപ്പോണും. അപ്പോൾ ഇതാണ് നമ്മൾ 2 പ്രിപ്പോസിഷനോടൊപ്പം ചേരുന്നത്. അപ്പോൾ ഓണാണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം ദേ സെഡ് വി അറൈവ്ഡ് ലേറ്റ് ചേഞ്ച് ഇൻ ഇൻഡയറക്റ്റ്. അപ്പോൾ നമുക്കറിയാം തന്നിരിക്കുന്ന ചോദ്യത്തിൽ V2 ആണെങ്കിൽ എന്ത് വെർബ് V2 ആണെങ്കിൽ എന്താക്കി മാറ്റുക? ഹാഡ് പ്ലസ് V3 ആയി കൊടുക്കുക. നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പം വെർബ് V2 ആണെങ്കിൽ ഹാഡ് പ്ലസ് V3 ആയി കൊടുക്കുക. ആ ഒരു ഐഡിയ മാത്രം മതി ഉത്തരം നമുക്ക് എത്താം. നമുക്ക് ഹാഡ് വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഉത്തരം ഏത് കിട്ടും? ദേ സെഡ് ദാറ്റ് ദേ ഹാഡ് അറൈവ്ഡ് ലേറ്റർ. സി ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ വെർബ് V2 ആണ് കിടക്കുന്നത്, ഓക്സിലറി ഇല്ല. വെർബ് V2 ആണെങ്കിൽ അതിനെ മാറ്റിയിട്ട് ഹാഡ് പ്ലസ് V3 ആക്കുക. അപ്പോഴേക്കും റിപ്പോർട്ടായിട്ട് മാറി. എന്നാൽ വെർബ് V1 അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബുകളാണെങ്കിലാ V2 ആക്കി കൊടുത്താൽ മതി. വെർബിന് എന്തായി കൊടുത്താൽ മതി? V2 ആക്കിയാൽ മതി.
അടുത്ത ചോദ്യമാണ് സിനോണിം ഫോർ റിസംബ്ലൻസ്. റിസംബ്ലൻസിൻ്റെ സിനോണിം ഏതെന്നാണ്. നമുക്കറിയാം സമാനത എന്നാണ് അർത്ഥം. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഉത്തരം സിമിലാരിറ്റിയാണ്. എ ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. ഇഡിയവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് അടുത്ത് വന്നിരിക്കുന്നത്. ഐഡൻറ്റിഫൈ ദ മീനിങ് ഓഫ് ദ ഇഡിയം എ പീസ് ഓഫ് കേക്ക്. ഓർമ്മയിലിരിക്കുക, നമുക്കൊരു കഷ്ണം കേക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തിന്നുമെന്ന് ഓർക്കുക. അപ്പോൾ പീസ് ഓഫ് കേക്ക് എന്ന് പറഞ്ഞാൽ വെരി ഈസി. നമുക്ക് വളരെ ഒരു കഷ്ണം കേക്ക് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്, പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്നു. അപ്പോൾ ഈസി ടാസ്ക്, അത് തന്നെയാണ് ഉത്തരം. ഈസി ടാസ്ക്, പീസ് ഓഫ് കേക്ക് ഈസി ടാസ്ക്. എന്നാൽ എ ചെറി ഓൺ ദ കേക്ക് എന്ന് പറഞ്ഞാൽ എ ചെറി ഓൺ ദ കേക്ക്, ചെറി ഓൺ ദ കേക്ക് എന്ന് പറഞ്ഞാൽ ഫൈനൽ തിങ് ഗെറ്റ് മോർ അട്രാക്ഷൻ. അതൊരു മറ്റൊരു ഇഡിയമാണ്, കേക്കുമായി ബന്ധപ്പെട്ട ഇഡിയംസ് ആണ്. ചെറി ഓൺ ദ കേക്ക് എന്ന് പറഞ്ഞാൽ ഫൈനൽ തിങ് ഗെറ്റ് മോർ അട്രാക്ഷൻ, മറക്കരുത്. അടുത്ത ചോദ്യം, ഗ്രൂപ്പ് ഓഫ് മങ്കി ഈസ് കാൾഡ് ഡാഷ്. മങ്കിയുടെ കളക്റ്റീവ് നോണാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. ട്രൂപ്പ് ഓഫ് മങ്കിയാണ്, ട്രൂപ്പാണ് ഉത്തരമായിരിക്കും. അതേപോലെ ട്രൈബ് ഓഫ് മങ്കിയും പറയാറുണ്ട്. ട്രൂപ്പ് ഓഫ് മങ്കിയാണ് ഉത്തരമായിട്ട് വരുന്നത്. ട്രൂപ്പ് ഓഫ് മങ്കി, ഗൊറില്ല, അതെല്ലാം ട്രൂപ്പിനകത്താണ് വരുന്നത്. ഹേർഡ് ഓഫിനകത്ത് വരുന്നത് കൗ, ക്യാറ്റില്, ബഫല്ലോ, ഓക്സ്, ബൈസൺ, എലിഫൻറ്റ്, ഗോട്ട്, ഡിയർ, ആൻറ്റിലൂപ്പ് മുതലായവ. ഫ്ലോക്ക് ഓഫിനകത്ത് വരുന്നത് ഫ്ലോക്ക് ഓഫ് ഷീപ്പ്, അതുപോലെ ടൂറിസ്റ്റ്, അതുപോലെ ബേർഡ്സ്, ഇതെല്ലാം ഫ്ലോക്ക് ഓഫിനകത്ത് വരുന്നു. സ്കൂൾ ഓഫ് ഫിഷാണ്. അടുത്തത് ഫിയർ ഓഫ് ഡാർക്ക്നെസ്. ഡാർക്ക്നെസ്സിനെ കുറിച്ചുള്ള പേടിക്ക് പറയുന്ന പേര് എന്താണ്? വൺ വേഡ് സബ്സ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ ഫിയർ ഓഫ്, നൈറ്റിനെ പേടിയാണ്. നൈറ്റ് എന്ന് പറഞ്ഞാൽ ഡാർക്കാണല്ലോ. നെക്ടോഫോബിയ ഇതെന്ന് പറയാം, നെക്ടോഫോബിയ എന്ന് പറയാം. നൈറ്റിനെ പേടിയുണ്ടെങ്കിൽ നെക്ടോഫോബിയ എന്ന് പറയാം. അതുപോലെ മറ്റൊന്നാണ് അച്ചുലുഫോബിയ എന്ന് പറഞ്ഞാലും നൈറ്റ് അല്ലെങ്കിൽ ഡാർക്ക്നെസ്സിനെ പേടിയുള്ളതിന് പറയുന്ന പേരാണ്. അങ്ങനെയാണെങ്കിൽ ക്രോണോഫോബിയ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നൂടെ? ക്രോണോളജി എന്ന് പറഞ്ഞാൽ മറിക്കാം സമയബന്ധിതമായിട്ട് സമയത്തെ കുറിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ സമയത്തെ പേടിയുള്ളതിനെ പറയുന്ന പേരാണ് ക്രോണോഫോബിയ എന്ന് പറയുന്നത്. ക്ലസ്ട്രോഫോബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു എന്ത് ചെയ്യുന്നൂടെ അൺനോൺ പ്ലേസസിനെയോ അല്ലെങ്കിൽ അധികം പരിചയമില്ലാത്ത സ്ഥലങ്ങളെയോ അല്ലെങ്കിൽ നിഗൂഢത നിറഞ്ഞ സ്ഥലങ്ങളെയൊക്കെ പേടിയുള്ളതിനെയാണ് ക്ലസ്ട്രോഫോബിയ എന്ന് പറയുന്നത്. എയറോഫോബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എയറിലാണ് എന്ന് ഓർക്കുക. അപ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഫ്ലൈയിങ്ങുമായി ബന്ധപ്പെട്ട്, അതായത് പറക്കലുമായി ബന്ധപ്പെട്ട് പറക്കലിനെ പേടിക്കുന്നതിനെയാണ് എയറോഫോബിയ. ചില ആൾക്കാരൊക്കെ എന്ത് ചെയ്യുന്നൂടെ വിമാനത്തിൽ പോകുന്ന പേടിയാണ്. അത്തരത്തിൽ ഉയരങ്ങൾ അഞ്ഞലുഞ്ഞലി കയറുന്ന പേടിയാണ്. ഉയരങ്ങൾ അല്ലെങ്കിൽ പറക്കലുമായി ബന്ധപ്പെട്ട സാധനങ്ങൾക്ക് പറയുന്ന പേരാണ് എയറോഫോബിയ. ഇപ്പോൾ പാരച്യൂട്ട് ഗ്ലൈഡിങ് പേടിയായിരിക്കാം, എയറോഫോബിയ. ഇനി എന്ത് ചെയ്യുന്നു? നമ്മുടെ സാധാരണ തീ അല്ലെങ്കിൽ എന്ത് ചെയ്യും ഗോഡിനെ പേടിയുള്ളതിന് പറയുന്ന പേര്, ദൈവത്തിനെ പേടിയുള്ളതിന് പറയുന്ന പേരാണ് തിയോഫോബിയ. ദൈവത്തെ പേടിയുണ്ടെങ്കിൽ പറയുന്ന പേര് തിയോഫോബിയ. അങ്ങനെയാണെങ്കിൽ വാട്ടറിനെ പേടിയുള്ളതിന് പറയുന്ന പേരാണ് ഹൈഡ്രോഫോബിയ. വാട്ടർ ആണെങ്കിൽ ഹൈഡ്രോഫോബിയ. അങ്ങനെ ഫോബിയാസ് പഠിക്കണം. അടുത്താണ് വൺ വേഡ് സബ്സ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട മറ്റൊരു വാക്കാണ് റിലേറ്റഡ് ടു ഡെക്കറേറ്റ് എ ബ്യൂട്ടിഫുൾ ആൻഡ് ഡെക്കറേറ്റ് അല്ലെങ്കിൽ ഡെക്കറേറ്റീവ് ആൻഡ് ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗ്. മനോഹരമായ ഹാൻഡ് റൈറ്റിംഗ് എന്ത് ചെയ്യുന്നു? നമ്മൾ ആയിട്ട് ബന്ധം ആർട്ട് ഓഫ് റിലേറ്റഡ് നമ്മൾ നന്നായിട്ട് എഴുതാൻ കഴിയുന്ന കാര്യങ്ങൾക്ക് മനോഹരമായിട്ട് അക്ഷരങ്ങൾ എഴുതി ഫലിപ്പിക്കാൻ കഴിയുന്നതിന് പറയുന്ന പേര് കലിയോഗ്രാഫിയാണ്. കലിയോഗ്രാഫി അല്ലെങ്കിൽ കലിഗ്രാഫിയാണ്. കലിഗ്രാഫി ബി ഓപ്ഷനാണ് വരുന്നത്. കലിഗ്രാഫിയാണ് അക്ഷരങ്ങൾ ഭംഗിയിൽ എഴുതി ഫലിപ്പിക്കുന്നതിന് പറയുന്ന പേര്.